സദ്യ കഴിക്കാൻ ചെന്നാൽ ചോറും കറികളും ഒക്കെ കാണുമ്പോൾ ആക്രാന്തം കൊണ്ട് അങ്ങോട്ട് വാരി വലിച്ച് കഴിച്ചിട്ട് ഈ പപ്പടവും പഴവും പായസവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ വയറുണ്ടാവില്ല. അവസാനം സദ്യ ഒരു സങ്കടമായി മാറാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്ക് പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലിലോട്ട് 1/2 കപ്പ് വെള്ളത്തോടെ ഒഴിച്ച് 1 മണിക്കൂർ കുക്കറിലൊന്ന് പാലിനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും പീച്ച് കളർ അല്ലെങ്കിൽ പിങ്ക് കളറായി വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അതേ പാനിലോട്ട് നമ്മൾ അടേനയും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പായസത്തിനൊരു ടേസ്റ്റും നല്ല കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരേനെ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അടയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശരിക്കും ഞാൻ ചവ്വരി കൂടെ ചേർക്കാറുണ്ട്, പക്ഷേ സത്യത്തിൽ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് വെച്ച് ചവ്വരീനെ ചുമ്മാ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീണ്ടും വേറെ സെപ്പറേറ്റ് ക്യാരമലൈസ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചപ്പോൾ ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ പാലും സെറ്റായി വന്നു. അതും ഒഴിച്ച് ഈ പാലട ഉണ്ടല്ലോ നോക്കി നിൽക്കാതെ അങ്ങോട്ട് റെഡിയായി വരും. അതുകൊണ്ട് വേഗം തന്നെ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടു, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ നോക്ക്, ഇതാണ് കളറ്.